നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ പലതിനെയും നമ്മളിലേക്ക് ആകർഷിക്കാൻ ഈ ഒരേ ഒരു ടെക്നിക്ക് വളരെയധികം ഉപകാരപ്രദം തന്നെയാണ്. നമസ്കാരം. വളരെ പ്രാധാന്യമേറിയ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഒത്തിരി വ്യക്തികൾ ചോദിക്കാറുണ്ട്, പ്രണയപരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാലത്ത് എല്ലാമായിരുന്ന പ്രാണൻ്റെ പ്രാണനായി കഴിഞ്ഞിരുന്ന വ്യക്തികൾ വളരെയധികം ദുഃഖകരമായ ഒരു സാഹചര്യം സമ്മാനിച്ച് വേർപിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ തിരികെ കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത്? അവരെ കൂടാതെയുള്ള ജീവിതം വളരെയധികം ദുസ്സഹമായി തീരുന്നു, ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന വിധത്തിൽ ഈ ഒരു അന്വേഷണം ഒട്ടനവധി പേരിൽ നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രണയപരാജിതരായവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധങ്ങളിൽ അപാകതകൾ, അസ്വസ്ഥതകൾ സംഭവിച്ച് നമ്മളെ വിട്ട് അകന്നുപോയവരെ എങ്ങനെയാണ് മടക്കിക്കൊണ്ടുവരേണ്ടത്, അതിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണിത്. അവസാനം വരെ കാണുക. വളരെ പ്രാധാന്യമേറിയ ചില വിഷയങ്ങൾ, ചില ചിന്തകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രണയപരാജയം സംഭവിച്ചു കഴിഞ്ഞവർക്കോ ഒരുപക്ഷെ ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തിയെ മടക്കി കൊണ്ടുവരുന്നതിനോ വേണ്ടി മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന ടെക്നിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ പലതിനെയും നമ്മളിലേക്ക് ആകർഷിക്കാൻ ഈ ഒരേ ഒരു ടെക്നിക്ക് വളരെയധികം ഉപകാരപ്രദം തന്നെയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മുടെ ഓരോ വൈകാരിക ഭാവങ്ങൾക്കാനുപാതികമായി വ്യക്തികളിൽ വൈബ്രേഷൻ ലെവലിൽ, ഫ്രീക്വൻസി ലെവലിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത്. അതായത് ദേഷ്യം, പക, നിരാശ തുടങ്ങിയ വൈകാരിക ഭാവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വൈബ്രേഷൻസ് താരതമ്യേന വളരെയധികം കുറഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ സ്പിരിച്വലി എൻലൈറ്റഡായ, അതേ വിധത്തിൽ സ്നേഹമെന്ന് പറയുന്ന വൈകാരിക ഭാവം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അവസരങ്ങളിൽ, സന്തോഷമെന്ന് പറയുന്ന വൈകാരിക ഭാവത്തിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ, അതേ വിധത്തിൽ ആത്മാഭിമാനം, ആത്മസംതൃപ്തി തുടങ്ങിയ വൈകാരിക ഭാവങ്ങൾ അനുഭവിക്കുന്ന സമയത്തെല്ലാം ഈ വൈബ്രേഷൻസ് വളരെ മികച്ചതായിരിക്കും, വളരെ ഉയർന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇതേക്കുറിച്ച് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ചില വ്യക്തമായിട്ടുള്ള പഠനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പഠനങ്ങൾ പ്രകാരം തയ്യാറാക്കിയ വളരെ പ്രസക്തവും ആധികാരികവുമായ ഒരു ചാർട്ട് നമുക്കിവിടെ കാണാം. ഈ ഒരു ചാർട്ട് പ്രകാരം വളരെയധികം എൻലൈറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് 700 അല്ലെങ്കിൽ 700-ന് മുകളിലായിട്ട് വരും. അതിന് തൊട്ട് താഴെ തന്നെയുണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെയുണ്ട് ലവ്, സ്നേഹമെന്ന വൈകാരിക ഭാവത്തിലൂടെ കടന്നു പോകുന്നവരുടെ ഫ്രീക്വൻസി. അത് 600 സൂചിപ്പിക്കുന്നത്. അതിന് തൊട്ട് താഴെ അല്ലെങ്കിൽ തൊട്ടടുത്ത് ജോയ്, ആനന്ദത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് 500 അടുത്ത് ഉണ്ട്. അതുപോലെ തന്നെ താഴേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ദേഷ്യം, പക, ഭയം, കുറ്റബോധം തുടങ്ങിയവയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി എത്രയാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കവിടെ അറിയാൻ സാധിക്കും. ഇനി സുപ്രധാനമായ ഒരു കാര്യം നമുക്കിതിൽ പരിശോധിക്കാം. സ്നേഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രണയമെന്ന് പറയുന്ന ആ വൈകാരിക ഭാവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 600 അല്ലെങ്കിൽ 600-നോട് അടുത്ത ഒരു സംഖ്യ തന്നെയായിരിക്കും, അല്ലേ? എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, കാരണം എന്തു തന്നെ ആയിക്കോട്ടെ, ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന എന്തെങ്കിലും ഒരു കാര്യമാകാം, അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് വന്ന് ഭവിക്കുന്ന ഏതെങ്കിലും ഒരു കാരണമാകാം. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസി 600 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നാൽ, മനസ്സിലായോ? വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നാൽ, അതിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് സ്നേഹം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്ന വൈകാരിക ഭാവം സ്വാഭാവികമായിട്ടും നഷ്ടപ്പെട്ടു പോകും. അതായത് അദ്ദേഹത്തിൽ നിന്ന് പ്രണയം, സ്നേഹം എന്ന് പറയുന്ന വൈകാരിക ഭാവം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, കരുതേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ സ്നേഹം, പ്രണയം എന്ന ആ വൈകാരിക ഭാവം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രണയപങ്കാളി, ആ പ്രണയപങ്കാളിക്ക് ഒരുപക്ഷെ ആ സമയത്തും ഈ 600-ന് മുകളിലോ ഈ ഫ്രീക്വൻസി ഉണ്ടാകാം.
പക്ഷേ രണ്ടുപേരുടെയും ഫ്രീക്വൻസികൾ വ്യത്യസ്തങ്ങളും വൈരുദ്ധ്യങ്ങളുമായ രണ്ട് ദിശകളിലേക്കായി പോകുന്നു. നമുക്ക് അതിവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വ്യക്തികളിലും മാനസികമായ അകൽച്ച വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചും പോകുന്നു. കാരണം ഒന്ന്. ഇനി ഇങ്ങനെ സംഭവിക്കാനുള്ള മറ്റൊരു കാരണം, ഈ യാദൃശ്ചികമായിട്ട് വന്ന് ഭവിച്ചേക്കാവുന്ന കാരണങ്ങൾക്ക് പുറമേ ഈ രണ്ട് വ്യക്തികളുടെ ഇടയിൽ തന്നെ ഉണ്ടായേക്കാവുന്ന ഏതെങ്കിലും അസ്വാരസ്യങ്ങൾ, ഏതെങ്കിലും അസ്വസ്ഥതകൾ, ഒരുപക്ഷെ അതിനും ചെറിയ ചെറിയ കാരണങ്ങൾ താരതമ്യേന ഉണ്ടായേക്കാം. അപ്പോൾ ഈ അസ്വാരസ്യങ്ങൾ ഇവരുടെ ഫ്രീക്വൻസികളെ തന്നെ സ്വാഭാവികമായിട്ടും കുത്തനെ താഴേക്ക് താഴ്ത്തിക്കളയുന്നു. മനസ്സിലായോ? അതായത് സ്നേഹം, പ്രണയം എന്നെല്ലാം പറയുന്ന ഉന്നതമായ ഫ്രീക്വൻസികളിൽ വിടവ് സംഭവിക്കുമ്പോൾ, വിള്ളലുകൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥാനത്ത് ദേഷ്യം, പക, വെറുപ്പ് തുടങ്ങിയ അധമമായിട്ടുള്ള വൈകാരിക ഭാവങ്ങൾ കടന്നു വരികയും അതിനാനുപാതികമായിട്ട് ഈ ഫ്രീക്വൻസികൾ കുത്തനെ താഴേക്ക് പതിക്കുകയും ചെയ്യും. ഇത് ഉറപ്പായിട്ടും വ്യക്തികളെ തമ്മിൽ വേർപിരിക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? ഇതാണ് പലപ്പോഴും പലരുടെയും ഇടയിൽ സംഭവിക്കുന്നത്. ഇത് സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ. എന്നാൽ ഇതിനപ്പുറം ജീവിത പുരോഗതിയെ തന്നെ ഈ ഒരു കാരണം വളരെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരുന്ന വ്യക്തികൾ, വളരെ ഭംഗിയായിട്ട് ബിസിനസ്സിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ ജീവിതം കുതിച്ചു കയറിക്കൊണ്ടിരുന്ന വ്യക്തികൾ വളരെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഒന്ന് പതറിപ്പോകുന്ന പക്ഷം അവരുടെ ജീവിതം, അവരുടെ പുരോഗതി താഴേക്ക് നിപതിക്കുന്നതും പലപ്പോഴും നമുക്ക് കാണേണ്ടി വരാറുണ്ട്. അവിടെയും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് അവരുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി കുത്തനെ താഴേക്ക് അവരറിഞ്ഞോ അറിയാതെയോ തന്നെ വന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനാനുപാതികമായ ഈ ലോ വൈബ്രേഷൻ ഫ്രീക്വൻസികൾക്ക് ആനുപാതികമായ വ്യക്തികളെയും സാഹചര്യങ്ങളെയും മറ്റ് ഘടകങ്ങളെയും എല്ലാം അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കും. അത് സ്വാഭാവികമായിട്ടും ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക്, പ്രതികൂലമായ വ്യക്തികളിലേക്ക്, സംഭവങ്ങളിലേക്കെല്ലാം ജീവിതത്തെ വഴിതിരിച്ച് വിട്ടുപോകാറുണ്ട്. ഇതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ, ഇത്തരം വ്യക്തികളിൽ സംഭവിക്കുന്നത്. അപ്പോൾ കാരണത്തെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. ഇനി പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാം. അതായത് കാരണം എന്തുമായിക്കോട്ടെ, ഏതെങ്കിലും വിധത്തിൽ താഴേക്ക് കൂപ്പുകുത്തുന്ന ഈ ലവ് എന്ന് പറയുന്ന ആ വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ, അല്ലെങ്കിൽ അതിലും ഉന്നതമായ, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന അവസ്ഥയിലുള്ള ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ പുനഃസ്ഥാപിക്കുകയാണ് ഇതിനെ പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത്. എങ്ങനെ നമുക്കിതിനെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും? ഇതിനെ പുനഃസ്ഥാപിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ലവ്, സ്നേഹം എന്ന് പറയുന്ന ആ ഒരു വൈകാരിക ഭാവം നമ്മളിൽ നിറയ്ക്കേണ്ടതുണ്ട്. ആ വൈകാരിക ഭാവം നമ്മളിൽ നിറയ്ക്കുന്നതിലൂടെ ഉറപ്പായും ആ ഒരു വൈബ്രേഷനിലേക്ക് വീണ്ടും ഉയരാനും, അതിലൂടെ എന്തൊക്കെയാണോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, എന്തെല്ലാമാണോ നമ്മളിൽ നിന്നും അകന്നു പോയത്, ആരെല്ലാമാണോ നമ്മളെ ഉപേക്ഷിച്ച് കടന്നുപോയത്, അവയെല്ലാം, അതിനെയെല്ലാം, അവരെയെല്ലാം തിരികെ നമ്മളിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കും. കാര്യം മനസ്സിലായോ? ഇനി എന്താണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്? വളരെ ലളിതം, എന്നാലോ വളരെ വളരെ പവർഫുൾ, വളരെ ശക്തം. ഇതിന് ചെയ്യേണ്ടത് സ്നേഹം എന്ന് പറയുന്ന ആ വൈകാരിക ഭാവത്തെ വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതിന് ചെയ്യേണ്ടത് 3 വാക്കുകളുടെ മനോഹരമായ സമന്വയം. ഏതാണ് ആ 3 വാക്കുകൾ? നമുക്കെല്ലാം വളരെ സുപരിചിതമായ, എന്നാൽ പലപ്പോഴും ഉപയോഗപ്പെടുത്താൻ, പറയാൻ നമ്മൾ മറന്നുപോകുന്ന, നമ്മൾ മടിക്കുന്ന വാക്കുകളാണ് ആ 3 വാക്കുകൾ. ഐ ലവ് യു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? ഈ വാക്കുകൾ എപ്പോഴാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? ഈ വാക്കുകൾ എവിടെയെല്ലാമാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? ഈ വാക്കുകൾ ഉപയോഗപ്പെടുത്തേണ്ടത് സ്നേഹം തുളുമ്പുന്ന എല്ലാ വ്യക്തികളിലും, എല്ലാ അവസരങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും
ഈ വാക്കുകൾ വളരെ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്നേഹം എന്ന് പറയുന്ന ആ വൈകാരിക ഭാവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനും അതിലൂടെ ആ ഉന്നതമായിട്ടുള്ള വൈബ്രേഷനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനും സാധിക്കും. അതിന് ചെയ്യേണ്ടത് വളരെയധികം എനർജറ്റിക്കായിട്ടിരിക്കുന്ന, വളരെയധികം സന്തോഷവാന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷവതികളായിരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തീവ്രമായിട്ട് ആ വൈകാരിക ഭാവത്തോടെ, ഏത് വൈകാരിക ഭാവത്തോടെ? സ്നേഹമെന്ന് പറയുന്ന ആ വൈകാരിക ഭാവത്തോടെ മനസ്സിൽ മാത്രം പറയുക, ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതായത് നിങ്ങളുടെ സന്തോഷത്തെ, നിങ്ങളുടെ സ്നേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ സന്തോഷത്തെയും സ്നേഹത്തെയും നമ്മൾ ഇഷ്ടപ്പെടുന്നതിലൂടെ, നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ, നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും സ്നേഹമെന്ന് പറയുന്ന ആ വൈകാരിക ഭാവത്തിലേക്ക്, അതിൻ്റെ വൈബ്രേഷനിലേക്ക്, അതിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് ഉയർന്നെത്താൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നിക്ക്. ഇനി വ്യക്തികളോട് മാത്രമല്ല, സമൂഹങ്ങളോട് പറയാം. എങ്ങനെ? ഒരുപക്ഷെ ഒരു ആഘോഷം നടക്കുന്നിടത്തേക്ക് നമ്മൾ എത്തുകയാണ്. നമുക്കറിയാം, ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും സന്തോഷമെന്ന ആ വൈകാരിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ തന്നെയായിരിക്കും, അല്ലേ? ആ സമൂഹത്തോട്, ആ കൂട്ടത്തോട്, അതിലെ എല്ലാ വ്യക്തികളോടും മനസ്സുകൊണ്ട് പറയുക, ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതിലൂടെ നിങ്ങളിൽ തുളുമ്പി നിൽക്കുന്ന സ്നേഹമെന്ന വൈകാരിക ഭാവത്തെ ഞാൻ തീവ്രമായിട്ട് സ്നേഹിക്കുന്നു. ഇനി സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന, സ്നേഹം തുളുമ്പി നിൽക്കുന്ന സാഹചര്യങ്ങളെ, അത്തരം സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമുക്കിത് പറയാം, ഐ ലവ് യു. ആരോടാ പറയുന്നത്? ആ സാഹചര്യങ്ങളോട്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്ന ഈ വൈകാരിക ഭാവം നമ്മൾ എവിടെയെല്ലാം കാണുന്നോ, സന്തോഷമെന്ന് പറയുന്ന അതേ വൈകാരിക ഭാവം എവിടെയെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നോ, അവിടെയെല്ലാം ഉള്ളിൽ നിന്ന് മനസ്സ് നിറഞ്ഞുകൊണ്ട് പൂർണ്ണമായ സ്നേഹമെന്ന വൈകാരിക ഭാവത്തോടു കൂടി തന്നെ പറയുക, ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തെ ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തെ ഞാൻ സ്നേഹിക്കുന്നു. എങ്ങനെ? മനസ്സുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതി. ചുണ്ടുകൾ പോലും അനങ്ങേണ്ടതില്ല. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, വളരെ അത്ഭുതകരമായ ഫലം ഇതിലൂടെ ഉറപ്പായും നമുക്ക് ലഭിക്കും. അപ്പോൾ സ്നേഹമെന്ന് പറയുന്ന ആ വൈകാരിക ഭാവം നമ്മളിൽ എത്രമാത്രം ഉയരുന്നു, അതിനാനുപാതികമായ വൈബ്രേഷനിലേക്ക് ഇത് ചെയ്യുന്ന വ്യക്തി ശാരീരികമായും മാനസികമായും വൈകാരികമായും ആത്മീയമായും അതിലൂടെ സാമ്പത്തികമായും ഉയരുക തന്നെ ചെയ്യും. ഈ ഒരു ഉയർച്ച, ഈ ഒരു മാറ്റം, ഈ ഒരു പരിവർത്തനം നിങ്ങളിൽ ഉറപ്പായും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഒരു സമയത്ത് എപ്പോൾ ഈ ഫ്രീക്വൻസി നമ്മളിൽ താഴ്ന്നു പോയപ്പോൾ, ഈ ഫ്രീക്വൻസി നമ്മളിൽ പ്രതികൂലമായപ്പോൾ എന്തെല്ലാമൊക്കെയാണോ നമ്മളെ വിട്ടകന്നു പോയത്, അത് വ്യക്തികളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതെല്ലാം നമ്മളെ തേടി നമ്മുടെ പിന്നാലെ എത്തും. 100% നമുക്കിതിനെ വിശ്വസിക്കാം. നമുക്ക് ഒരു ചിലവുമില്ല, ഒരു പ്രത്യേക സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതില്ല. നമ്മളാകെ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ മനസ്സിനെ സ്നേഹമെന്ന വൈകാരിക ഭാവം കൊണ്ട് നിറയ്ക്കുക. നമ്മുടെ ചുറ്റുപാടുകളിലെ സ്നേഹമെന്ന, സന്തോഷമെന്ന ആ വൈകാരിക ഭാവത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. അത് എവിടെയെല്ലാം കാണാൻ സാധിക്കുന്നോ ആ വ്യക്തികളോട്, ആ സാഹചര്യങ്ങളോടെല്ലാം മനസ്സ് നിറഞ്ഞ് തീവ്രമായ വൈകാരിക ഭാവത്തോടുകൂടി മനസ്സുകൊണ്ട് പറയുക, ഐ ലവ് യു. ഇത് അതിശക്തമായിട്ടുള്ള, വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണ് ഈ 3 വാക്കുകൾ. വിവിധ ദേശങ്ങളിലെ വിവിധ വിഭാഗങ്ങൾ വ്യത്യസ്തങ്ങളായ വിധത്തിൽ ഈ മന്ത്രത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമുക്കും നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ പരിവർത്തനത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ടവയെയും ചേർത്ത് നിർത്താൻ, ജീവിതത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് കുതിക്കാൻ ഈ മന്ത്രത്തെ വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗപ്പെടുത്താം. ആകർഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രസക്തവും ആധികാരികവുമായ കാര്യങ്ങളെ
കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളത്തിലെ നമ്മുടെ സ്വന്തം സൗകര്യപ്രകാരം എപ്പോഴും എവിടെയും ചെയ്യാവുന്ന ഓൺലൈൻ പരിശീലന പരിപാടിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ ഉറപ്പായും രേഖപ്പെടുത്തുക. ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് യഥാസമയം ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു.